എല്ലാവർക്കും നല്ല നമസ്കാരം. വിഷുദിനമാണ്. വിഷുദിനത്തിൻ്റെ തലേനാൾ എന്തൊക്കെ നടക്കും? വിഷുദിനത്തിൻ്റെ തലേനാളാണ് കൂടുതൽ സന്തോഷകരമായ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്ന ഒരു സമയം. ഇവിടെ അഭ്യാസ പ്രകടനം നടത്തിയിട്ടുള്ളത് പോലീസാണ്. ഏത് പോലീസ്? ചാലക്കുടി ഹൈവേ പോലീസിലുള്ള അനുരാജ് എന്ന് പറയുന്ന പോലീസുകാരൻ. ആരാണ് അനുരാജ്? എന്താണ് അനുരാജ് എന്ന് പറയുന്ന പോലീസുകാരൻ ചെയ്ത ആ അഭ്യാസ പ്രകടനം? അദ്ദേഹം മദ്യപിച്ചു വാഹനം ഓടിച്ചുണ്ടാക്കിയ ചില സംഭവങ്ങളാണ് ഇവിടെ വാർത്തയായിട്ട് സൂചിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും തൻ്റെ വീടായിട്ടുള്ള അന്നമനടയിലേക്ക് അദ്ദേഹം ഈ വാഹനത്തിൽ വരായിരുന്നു. ഈ അനുരാജ് എന്ന പോലീസുകാരൻ വരുന്ന വഴിക്ക് ഒരു ഇനോവക്കാരനെ ഒന്നിടിച്ചിട്ടു, നിർത്താതെ പോയി. അതിനുശേഷം വലിയ പറമ്പ് സ്നേഹഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കഴിയുമ്പോൾ ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഒന്ന് ഇടിച്ചിട്ടു. ഇവിടെ കൊണ്ടും തീർന്നില്ല അഭ്യാസ പ്രകടനം. വിഷുവിൻ്റെ തലേനാളുള്ള അഭ്യാസ പ്രകടനം വീണ്ടും അദ്ദേഹം വാഹനം നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ സംഗതി മേൽഡൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. നിയന്ത്രണം വിട്ടുവന്ന ഈ വാഹനം നേരെ ചെന്ന് BSNL കേബിൾ ബോക്സിൽ തട്ടി തലകീഴായി മറിഞ്ഞു. കയ്യോടെ നാട്ടുകാർ ഈ സംഭവം കണ്ട് അടുത്ത് ചെന്നു. മദ്യക്കുപ്പികൾ ഈ പറയുന്ന അനുരാജ് ഓടിച്ചിരുന്ന വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. മാള പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് കൃത്യമായി സ്ഥലത്തെത്തി. ഉടൻ തന്നെ അനുരാജിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. സോ ഈ വേലി തന്നെ വിളവ് തിന്നുന്ന സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പോലീസുകാരനെ ഇതുപോലെ നാട്ടുകാർ പിടികൂടിയിട്ടുള്ളത്. മദ്യപിച്ച് വാഹനം ഓടിച്ച് അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം വരുത്തി വയ്ക്കുന്ന വിനകൾ അത് താങ്ങാൻ ഈ സാധാരണക്കാരായ ജനമേ ഉള്ളൂ. ഈ വാഹനം ഇപ്പോൾ ഈ അനുരാജ് ഓടിച്ച് വരുന്ന വഴിക്ക് ഈ ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരനോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വാഹനങ്ങൾ ഇടിച്ചിടുകയോ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം കുറേ കൂടി കുറ്റമറ്റതാക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം? ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസിൻ്റെ സ്ഥിതി എന്താണെങ്കിൽ ബാക്കി സ്റ്റേറ്റുകളുടെ പോലീസിൻ്റെ സംവിധാനം എന്തായിരിക്കും? കേസുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവർക്കും നേരെ ഉണ്ടാകാം, മാധ്യമപ്രവർത്തകരായാലും ഉണ്ടാകും. പക്ഷേ ഇത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസുകാർ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ വാർത്ത. എന്തായിരുന്നാലും വിഷുവിൻ്റെ തലേനാൾ ചാലക്കുടി ഹൈവേ പോലീസിൻ്റെ ഡ്രൈവർ അനുരാജ് എന്ന് പറയുന്ന പോലീസുകാരൻ്റെ അഭ്യാസ പ്രകടനം അത് അദ്ദേഹത്തിന് തന്നെ വിനയായി. വേറെ ദാരുണമായ വേറെ വിഷയങ്ങളൊന്നും ഈ അഭ്യാസ പ്രകടനത്തിന് ഇടയിൽ ഉണ്ടാകാതിരുന്നത് നല്ലത്. നന്ദി, നമസ്കാരം.